റഫ മേഖലയിലേക്ക് സയനിസ്റ്റ് ഭീകര ഇസ്രയേലിൻ്റെ തള്ളിക്കയറ്റം ആരംഭിച്ചതോടെ അതിനെ തിരിച്ചടിക്കാൻ ഒരുങ്ങുക മാത്രമല്ല, തിരിച്ചടി നൽകുക കൂടി ചെയ്തു ഹമാസും അൽ-ഖസാം ബ്രിഗേഡും. കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ 50ഓളം IDF സയനിസ്റ്റ് ഭീകരരെയാണ് അവർ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. കൂടാതെ വിവിധ യുദ്ധോപകരണങ്ങളും നശിപ്പിച്ചു. ജബലിയ മേഖലയിൽ നിന്നാണ് അകത്തേക്ക് കയറാൻ പ്രതീക്ഷിച്ചതെങ്കിലും അവിടെ നിന്ന് അവരെ പിന്തള്ളിക്കുക മാത്രമല്ല, പ്രത്യാക്രമണം നടത്താൻ കൂടി ഒരുങ്ങുകയാണ് ഹമാസും അൽ-ഖസാം ബ്രിഗേഡും. ഇതിനിടയിൽ ഒക്കച്ചങ്ങായിയായ ജിനോസൈഡൻ ഒരു പൂർണ്ണമായ ഇൻവേഷൻ നടത്തരുതെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അതിനോടൊപ്പമുണ്ടെന്നും ഒക്കെ ഉറക്കെ പറയുന്നുണ്ട്. അത് കേൾപ്പിക്കാനാണോ, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനാണോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അറബി മുതലാളിമാരെ തൃപ്തിപ്പെടുത്താനാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അതിനൊന്നും പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ. ഇതിനിടയിൽ 4 ബന്ധികളെ കൂടി ഈ IDFകാരുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടുവെന്ന് ഹമാസും വെളിപ്പെടുത്തി. തങ്ങൾ സുരക്ഷിതരായി സൂക്ഷിച്ചിരുന്നതാണെന്നും എന്നാൽ കഴിഞ്ഞ 10 ദിവസത്തെ ബോംബാക്രമണത്തിനിടയിൽ 4 പേർ കൂടി മരണപ്പെട്ടുവെന്നും അതിൽ ഒരു അമേരിക്കൻ ജൂതൻ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നുമുള്ള പേരുകൾ സഹിതം അവർ പുറത്തുവിടുകയുണ്ടായി. ചുരുക്കത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് റഫ മേഖലയിൽ ഇനി ആരൊക്കെയോ വമ്പന്മാർ ഒളിച്ചിരിപ്പുണ്ടെന്നും അവരെ കീഴ്പ്പെടുത്താനാണെന്നുമെന്ന പേരിൽ നിരപരാധികളും നിസ്സഹായരായ മനുഷ്യരെയും അവിടെ എത്തിച്ച് മറ്റൊരു വംശഹത്യയ്ക്ക് കോപ്പ് കൂട്ടുകയാണവർ. ഇതിനിടയിൽ നോർത്തേൺ അതിർത്തിയിൽ ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തിയതും അവരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അവരുടെ റഫ പ്രവേശനം ഉദ്ദേശിക്കുന്നത് പോലെ സാധ്യമാകില്ല എന്ന തരത്തിലാണ് ഹമാസും അൽ-ഖസാം ബ്രിഗേഡും പ്രതിരോധം തീർക്കുന്നത്.